കൊച്ചി ബിനാലെയിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ആക്ഷേപിച്ച ചിത്രം. ക്രിസ്തുവിന് പകരം നഗ്നയായ സ്ത്രീയും കന്യാസ്ത്രീകളുമാണ് ചിത്രത്തിൽ. ടോം വട്ടക്കുഴി എന്ന ചിത്രകാരൻ വരച്ച ചിത്രമാണ് വിവാദമായിരിക്കുന്നത്. ചിത്രത്തിനെതിരെ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പരാതി നൽകി. ക്രൈസ്തവ വിശ്വാസികളെ മുറിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമാണ് ചിത്രമെന്ന് പരാതി. പിന്നിൽ ഗൂഢാലോചനയെന്ന് സംശയിക്കുന്നതായി അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതി പ്രസിഡന്റ് ഡാൽഫിൻ ആരോപിച്ചു. കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രശസ്തമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുദേവൻ്റെ അന്ത്യ അത്താഴം എന്ന് പറയുന്നത്. ലോകമെമ്പാടും പ്രസിദ്ധമായിട്ടുള്ള കലാകാരന്മാർ അത്തരത്തിൽ ചിത്രീകരിച്ച ഒന്നാണ് ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം. ആ അന്ത്യ അത്താഴത്തെ അവഹേളിച്ചുകൊണ്ടാണ് കൊച്ചി ബിനാലയിൽ ഇത്തരത്തിലൊരു ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പരാതിക്ക് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത്. ടോം വട്ടക്കുഴി എന്നുള്ള ചിത്രകാരനാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികളുമായി ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചിത്രം മൃദുവാങ്കിയുടെ ദുർമൃത്യു എന്ന പേരിലാണ് ആ ചിത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു നഗ്നയായ സ്ത്രീയും ഒപ്പം തന്നെ ചുറ്റും ക്രിസ്തുദേവൻ്റെ ശിഷ്യഗണകരായിട്ടുണ്ടായ ആവിഷ്കരിക്കുന്നതിന് പകരം ചില കന്യാസ്ത്രീ വേഷത്തിലുള്ള സ്ത്രീകൾ അണിനിരുന്നുകൊണ്ടും അതുപോലെ തന്നെ ക്രിസ്തുദേവൻ്റെ ഭാഗത്ത് ഒരു നഗ്നയായിട്ടുള്ളൊരു സ്ത്രീയെയും വരച്ചു ചേർത്തുകൊണ്ടാണ് ആ പുതിയ ചിത്രം അല്ലെങ്കിൽ പുതിയൊരു ആവിഷ്കാരം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ അതിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. പോലീസിലും അതുപോലെ തന്നെ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഇത് അവഹേളനപരമാണെന്നും മാപ്പ് പറയണമെന്നും ഇത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവർ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊച്ചി രൂപതയുടെ ഈ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ കൊച്ചി രൂപതയുടെ അധ്യക്ഷൻ ഇപ്പോൾ ഗാഫിൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് ഈ ചിത്രത്തെക്കുറിച്ച് എന്താണ് അവർ പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്താണ്? ചിത്രത്തെക്കുറിച്ച് അത് ഒരു കലാവിഷ്കാരമാണ് എന്ന രീതിയിൽ നിസാരവൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അന്ത്യത്താഴം എന്ന് പറയുന്നത് ക്രൈസ്തവർ നെഞ്ചിലേറ്റുകയും ഒപ്പം ലോകത്തെ മുഴുവൻ ജനങ്ങളും വളരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു കലാവിഷ്കാരമാണ്. അത് വികൃതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബിനാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾ വന്നിട്ടുള്ള വിഷയം. ഈ പടം പ്രദർശനത്തിന് വന്ന ഉടനെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഇതിൻ്റെ ഭാരവാഹികളുമായി ഇന്നലെ മുതൽ തുടർച്ചയായി പല പ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും അത് നീക്കം ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് നിയമപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നുള്ളൊരവസ്ഥ വന്നു ചേർന്നു. ഞങ്ങൾ ഇന്നലെ തന്നെ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകി. പോലീസ് കമ്മീഷണർക്ക് പരാതിയുടെ കോപ്പി നൽകി. ഇന്ന് അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ പരാതികൾ കൃത്യമായി ബോധ്യപ്പെടുത്തി. ഒപ്പം സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളെ വിളിപ്പിക്കുകയും അദ്ദേഹവുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തു. ഇത്രയുമാണ് നിയമപരമായി ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങൾ. ഞങ്ങൾക്കിത് വലിയ ഒരു വിവാദമാക്കണമെന്നുള്ള ആഗ്രഹം ഇല്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ നടത്തിപ്പുകാർക്ക്, ബിനാലയുടെ നടത്തിപ്പുകാർക്ക് ഇത് വിവാദമാക്കണമെന്നുള്ള വാശിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബിനാലെ അത് ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു സംഗതിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇതിൽ സർക്കാരിന് അതിൻ്റെതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ബിനാലെ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ എന്തുകൊണ്ട് സർക്കാർ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു സംഗതിയാണ്. പോറ്റിയെ കേറ്റിക്കോ എന്ന് പറയുന്ന ഒരു പാട്ടിൽ അത് സംബന്ധിച്ച് ഒരു ഈരടികൾ കടമെടുത്തു എന്നുള്ള പേരിൽ, ഈണം കടമെടുത്തു എന്നുള്ള പേരിൽ അവർക്കെതിരെ കേസെടുക്കാൻ മുതിർന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നിലപാട് എടുക്കുകയും അടിയന്തിരമായി ഈ പടം അവിടെ നിന്ന്, ഈ ചിത്രീകരണം അവിടെ നിന്ന് മാറ്റുകയും ചെയ്യണം.
ഇക്കാര്യത്തിലെ ഈ വൈലോപ്പിള്ളിയുടെ ഒരു നർത്തകി എന്ന് പറയുന്ന കാവ്യവുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ഈ ചിത്രം വരച്ചിരിക്കുന്നത് എന്നടക്കമാണല്ലോ അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം അതിനെ സാധൂകരിക്കാൻ കഴിയും? അതും ഈ ചിത്രവും തമ്മിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ് മറുവാദമായി നിങ്ങൾ ഉന്നയിക്കുന്നത്. ആ വൈലോപ്പിള്ളിയുടെ ആവിഷ്കാരവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഈ ചിത്രകാരൻ എന്ന് പറയുന്ന ആൾ ഒരു ആൻറ്റി ചർച്ചാണ്. അദ്ദേഹം ഒരു വിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അവിടെ പുള്ളി മുതിർന്നിട്ടുണ്ട് എന്ന് അതിനാണ് പുള്ളി ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ സമൂഹത്തിന് ക്രൈസ്തവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, മതചിഹ്നങ്ങളും മതത്തിൻ്റെ പ്രതീകങ്ങളും ദുഷ്പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ എതിർക്കുകയും അതിനെ നിരാകരിക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന് തടയിടേണ്ട ബാധ്യത ഉള്ള ആളുകൾ അത് കൃത്യമായി ചെയ്യണം. ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ വരേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയോ ഈ ചിത്രത്തിന് പിന്നിലുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആരോപണമല്ല, ഞങ്ങൾക്ക് ചില സംശയങ്ങളാണ്. കാരണം ആദ്യം സംശയങ്ങളാണല്ലോ ഉണ്ടാകുന്നത്, അത് കഴിഞ്ഞാണല്ലോ വസ്തുതയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഇവർക്കില്ലെങ്കിൽ എന്തുകൊണ്ടവർ ഇത് എടുത്തു മാറ്റുന്നില്ല? ഇന്നലെ ഞങ്ങൾ രാവിലെ 10:30 മണിയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. ആവശ്യമെങ്കിൽ അവർക്ക് 1 മണിക്കൂറിനകത്ത് ആ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റാമായിരുന്നു. തീർച്ചയായിട്ടും അതുതന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു ക്രിസ്തു മതത്തെയും അവരുടെ ആരാധ്യനായിട്ടുള്ള ദൈവത്തെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് അന്ത്യത്താഴം എന്ന് പറയുന്നത്. ആ അന്ത്യത്താഴത്തെ ഇത്തരത്തിൽ ആക്ഷേപിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും അത് എടുത്തു മാറ്റാൻ മടിക്കുന്നത് എന്താണ്, അതാണ് ഗൂഢാലോചനയടക്കം സംശയിക്കുന്ന തലത്തിലേക്ക് എത്തിയത് എന്നാണ് ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് പുറമെ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ട് എന്നുള്ള സംശയമാണ് ഇക്കാര്യത്തിൽ വ്യാപകമായി ഉയരുന്നത്.